ചിലപ്പോൾ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം വേണ്ടി വരും. എന്തെങ്കിലും ഡിഫിക്കൽട്ട് മെത്തേഡ് ആണെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കുറച്ച് സമയം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നാളധികം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ വേറൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കാൻ നമ്മളുടെ അടുത്ത് പണം ഉണ്ടാവില്ല, ചില സമയത്ത് പണം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാകാറില്ല. ഇനി ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെയും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് പോലെയാണ് ഹോഓപ്പനോപ്പനോ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് മെത്തേഡ്. ഇത് അതിപുരാതന കാലത്ത് ഹവായൻ ദ്വീപിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ്. ഞാൻ ആദ്യമായിട്ടൊക്കെ ഈ ഹോപ്പനോപ്പനോ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴേ അതൊരു മലയാളം വാക്കല്ല, എന്നാൽ ഇംഗ്ലീഷ് വാക്കല്ലല്ലോ. അപ്പോൾ ഇത് ഹവായൻ ദ്വീപിൽ യൂസ് ചെയ്തതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഒരു ഉഡായിപ്പ് മെത്തേഡാണോ എന്നൊക്കെ ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ, ഇത് ഇങ്ങനെ കുറച്ച് വാക്കുകളിരുന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡ്സിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ആവശ്യം നമ്മളുടേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, എന്നാൽ ചെയ്ത് നോക്കാമെന്നുള്ളൊരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനോട് ഭയങ്കര വിശ്വാസം ഉണ്ടായിട്ടോ അതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല, മാറണമെങ്കിൽ മാറട്ടെ, അങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വേറൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല, പ്രത്യേകിച്ച് കുറേ റിക്വയർമെൻറ്റോ ടൂളോ ഒന്നുമില്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് ഇത് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 4 വാചകങ്ങളാണ്. ഈ 4 വാചകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാചകങ്ങൾ നമ്മൾ ജസ്റ്റ് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മാറ്റം വരുന്നു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്? റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമോഷണൽ, നമുക്ക് എന്താണ് കാര്യം എന്നറിയില്ല, പക്ഷേ നമുക്ക് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര മെൻ്റൽ ബ്ലോക്ക് ഉള്ളതായിട്ടൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. എന്താണ് കാരണം എന്നൊന്നും അറിഞ്ഞുകൂടാത്ത കേസിൽ മണി ബ്ലോക്കിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ചിലത് അറിയാൻ പറ്റില്ല, എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് ഹീലിംഗ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു സ്റ്റോറി ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ ലോജിക്കലി ചിന്തിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ ഇതെന്താണിത്, ഇതെങ്ങനെ ഉണ്ടായി, ഇതാര് കണ്ടുപിടിച്ചു എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഒരു ബുക്ക് വായിക്കുന്നത്, ഈ സീറോ ലിമിറ്റ് എന്ന് അങ്ങനെ എന്തോ ആണ്, ജോൺ വിറ്റാലേന്നോ, അതാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം എഴുതിയൊരു ബുക്കാണെന്ന് തോന്നുന്നു, ഒരു സീറോ ലിമിറ്റ്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. അതായത് അന്നത്തെ സമയത്ത് അവിടെ ഒരു ദ്വീപിൽ കുറേ കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റാണ് ഇത് പരീക്ഷിക്കുകയുണ്ടായി. അതായത് ഈ സൈക്കോളജിസ്റ്റ് ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ളവരാണ്. കൊലപാതകം, ഒരുപാട് ക്രൂരമായിട്ടുള്ള പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറേ കുറ്റവാളികൾ അവരൊരു പ്രിസണിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈക്കോളജിസ്റ്റ് ആ കുറ്റവാളികൾ, ഇപ്പം കുറ്റവാളികൾക്ക് മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്, അവരോട് സംസാരിച്ച് അവരെ ഉപദേശിച്ച് നന്നാക്കി, അങ്ങനെ പല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണല്ലോ മാറ്റം വരുത്തുന്നത്. പക്ഷേ ഇതിൽ ഈ സൈക്കോളജിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആ ഹോസ്പിറ്റലിലാവുമ്പോൾ ഓരോ കുറ്റവാളിക്കും ഒരു ഫയൽ ഉണ്ടായിരിക്കുമല്ലോ. ആ ഫയൽ വായിച്ചിട്ട് ഓരോരുത്തരുടെയും ഫയൽ വായിച്ചിട്ട് ഇദ്ദേഹത്തിനെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തിയത്. അതായത് ഇദ്ദേഹം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമ്മളുടെ ഒരു ഇന്നർ വേൾഡിൻ്റെ റിഫ്ലക്ഷനാണ് പുറത്ത് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഈ കൊലയാളികളെയും ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓരോ കേസ് ഫയലും വായിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹവും അതിൽ റെസ്പോൺസിബിൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കുറ്റവാളികളെ ഇദ്ദേഹം ജയിലിൽ പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല.
ഇദ്ദേഹം ഇവരുടെ കേസ് ഹിസ്റ്ററി ഓരോന്ന് വായിച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തോ, നമുക്കുണ്ടാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ആണ് ഇദ്ദേഹം ഈ ഹോപ്നോപ്നോ പ്രെയർ യൂസ് ചെയ്തത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പ്രിസണിൽ ഒറ്റ കുറ്റവാളി പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കൊക്കെ മാനസാന്തരമൊക്കെ സംഭവിച്ചിട്ട് എല്ലാവർക്കും മാറ്റം വന്നു. പിന്നെ ആ ജയിലിൽ അടച്ചുപൂട്ടി. അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി നമ്മൾ വായിച്ചത്. എന്തായാലും നമുക്ക് ഇത് നമ്മളുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട് വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ ഉടനെയോ മൈൻഡ് റിലാക്സ് ആവുന്ന സമയത്തോ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തോ ഒക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പം എൻ്റെ ക്ലയൻസിനൊക്കെ കൊടുക്കുമ്പോൾ അവർ IT പ്രൊഫഷണൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ സമയം കണ്ടെത്താത്ത അവസരത്തിൽ അവർ പറയാറുണ്ട്, അവർ ഓഫീസിൽ ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിലൊക്കെയാണ് അവരത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവർക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളത് എൻ്റെ ക്ലയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രെയറിൽ ഓരോ വാചകങ്ങളും എന്താണെന്നുള്ളതിൻ്റെ മീനിങ് നോക്കാം. ഫസ്റ്റത്തെ സെൻറ്റൻസ് വരുന്നത് ഐ ആം സോറി എന്നാണ്. ഐ ആം സോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടാകുന്ന ചില കാര്യങ്ങളായിരിക്കാം. പല പല ഇഷ്യൂസ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഐ ആം സോറി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, അവർ കാരണം ഇവർ കാരണം അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ സാഹചര്യം മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് കാരണമാണ്, എൻ്റെ ഫ്രണ്ട്സ് കാരണമാണ്, എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. നമ്മളെപ്പോഴും കുറേ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് ഞാനല്ല ഇതിന് കാരണക്കാരി, ഇത് എൻ്റെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് ഐ ആം സോറി എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂസാണോ ഉള്ളത് അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതായത് ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണ്, അതുകൊണ്ട് ഐ ആം സോറി. കാരണം നമ്മളും അതിലെന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ കാരണമാണ് എൻ്റെ ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചത്. സോ എൻ്റെ ഉള്ളിൽ ആ പാറ്റേൺ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. സോ ഐ ആം സോറി. കാരണം ഈ പാറ്റേൺ കൊണ്ട് നടന്നതിന്, ഈ ഒരു തെറ്റ് ചെയ്തതിന്, ഇത് സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് ഐ ആം സോറി എന്നുള്ളൊരു സെൻറ്റൻസാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് പല ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെ വേണമെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ. കാരണം ഞാനാണല്ലോ ഇതൊക്കെ കൊണ്ടു നടന്നത്. സോ നമ്മളോട് തന്നെ പറയാം ഐ ആം സോറി. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളതാണ്. കാരണം ആദ്യത്തേതിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്, ഐ ആം സോറി. അടുത്തതിൽ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എനിക്ക് മാപ്പ് തന്നാലും, ഇത്രയും മോശമായിട്ടുള്ളൊരു പാറ്റേൺ ഞാൻ കൊണ്ടു നടന്നതിന് എനിക്ക് മാപ്പ് തന്നാലും, ഇത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് സങ്കല്പിക്കാം. ഇത് പറയുന്നത് ദൈവത്തിനോടോ യൂണിവേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മളോട് തന്നെയോ പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളത്. നമുക്ക് നമ്മളോട് തന്നെ മാപ്പ് ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ അതുമായി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് അവരോട് പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുന്നത് പോലെ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചിലർക്കാണെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ തെറ്റ് ചെയ്ത ആളുകളോട് അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാരണമുള്ള എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ അവരോട് പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരോട് തന്നെയോ അല്ലെങ്കിൽ ദൈവത്തിനെ കാണാം, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കാണാം. അങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ദെൻ താങ്ക് യു എന്നുള്ളതാണ്. താങ്ക് യു എന്ന് നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ദൈവത്തിനോടോ യൂണിവേഴ്സിനോടോ ഈ പ്രപഞ്ചത്തിനോടോ ആണ് പറയുന്നത്. താങ്ക് യു എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ മോശമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്, ഇമോഷണലി നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറച്ച ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഈ യൂണിവേഴ്സ് നമുക്കത് ക്ലീൻ ചെയ്ത് തരികയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പാറ്റേൺസ് അതിനെ ക്ലെൻസ് ചെയ്ത് തരികയാണ്. അപ്പോൾ അത് ക്ലെൻസ് ചെയ്ത് തന്നതിന് യൂണിവേഴ്സിനോടാണ് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത്. ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിനോട് നമുക്ക് ഇത് എല്ലാം ചെയ്തു തന്നതിന്, ഇതെല്ലാം എൻ്റെ മനസ്സ് ക്ലിയർ ചെയ്ത് തന്നതിന്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലീൻ ചെയ്ത് തന്നതിന്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഈ പാറ്റേൺസ് ഒക്കെ മാറ്റി തന്നതിന്, ഫുൾ ക്ലീൻ ചെയ്ത് തന്നതിന് ദൈവത്തിനോട് നന്ദി സൂചകമായിട്ട് നമുക്ക് ഐ ലവ് യു എന്നുള്ളത് പറയാം. അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. പലർക്കും പല വിധത്തിലെ നഷ്ടങ്ങൾ നമ്മൾ കാരണം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ആ ഒരു ഐ ലവ് യു എന്നുള്ളത് അതിൽ ആ ഒരു പ്രശ്നവുമായി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും നമുക്കിത് സെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് അവരുടെ ലൈഫിലൊക്കെ നല്ലത് സംഭവിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഐ ആം സോറി അതിൽ നമ്മൾ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ.
അതായത് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള പാറ്റേൺ കൊണ്ട് നടന്നതിന് എനിക്ക് മാപ്പ് തന്നാലും താങ്ക് യു. ആ പാറ്റേൺസ് ഫുള്ള് ക്ലീൻ ചെയ്ത് തന്നതിനാണ് നമ്മൾ നന്ദി പറയുന്നത്. ഐ ലവ് യു. ഇതെല്ലാം നടന്നതിന് നന്ദി സൂചകമായി, നമ്മളുടെ ഹീലിംഗ് നടന്നതിന് നന്ദി സൂചകമായിട്ടാണ് നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്നത്. ഇത് നമ്മൾക്കൊരു 21 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യാം. പറയുന്നവർക്ക് ഇത് പറയാം, മനസ്സിൽ പറയുന്നവർക്ക് മനസ്സിൽ പറയാം, എഴുതാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എഴുതാം, നോക്കി വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വായിക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തോ അഫർമേഷൻ ആയിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. വളരെ ശാന്തമായിട്ടിരിക്കുക, നമ്മളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂ ആണോ സോൾവ് ചെയ്യേണ്ടത് അതൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ലൈറ്റ് വരുന്നതായിട്ടോ നമുക്കത് ക്ലെൻസിങ് നടക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് മനസ്സിൽ നമ്മളുടെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഇത്രയും നാളും നടന്നതൊക്കെ നടന്നു, ഇതിനൊക്കെ ഞാൻ വിട്ട് കളയാണ്. ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പാറ്റേൺസിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു. അപ്പോൾ യൂണിവേഴ്സ് എനിക്ക് ഫുൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലെൻസ് ചെയ്യുന്നു, എല്ലാ പാറ്റേൺസിനെയും ഇറേസ് ചെയ്തിരുന്നു. സോ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് നേരം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ആ ഒരു ഹീലിംഗ് നടക്കുന്നത് നമുക്ക് നമ്മൾ കുറേയും കൂടി അവെയർ ആകും. നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കും, ഫോർഗീവ് ചെയ്യാൻ പഠിക്കും. നമുക്കുണ്ടാവുന്നൊരു മാറ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് ഒക്കെ ചെയ്യണം. അല്ലാതെ 1-2 ദിവസം ചെയ്തിട്ട് എനിക്ക് മാറ്റമില്ല എന്നുള്ളൊരു സാധനമല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ഒരു 30 ദിവസമെങ്കിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്കതിൽ റിസൾട്ട് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട്. സോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.